السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وسلام على عباده الذين اصطفى أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അഖിലലോക പരിപാലകനായ അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പെരുന്നാൾ, ഉളുഹിയ്യത്ത്, ഹജ്ജ്, ഉംറ, സിയാറത്ത് തുടങ്ങി ഒട്ടനവധി കാര്യം കൊണ്ട് പവിത്രതയും വിശുദ്ധതയും പുണ്യവും നിറഞ്ഞ ദുൽഹിജ്ജ മാസത്തിൽ നമ്മളൊക്കെ പെരുന്നാൾ ആഘോഷിക്കുകയുണ്ടായി. കോട്ടയം ജില്ലയിലെ ഒരു ചെറിയ പ്രദേശമാണ് മുണ്ടക്കയം എന്ന് പറയുന്നത്. ധാരാളം ടാപ്പിംഗ് തൊഴിലാളികൾ അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളിലേക്ക് സാന്ത്വനത്തിൻ്റെ കൈത്താങ്ങുമായി CM മസ്ജിദ് കമ്മിറ്റി പുത്തനത്താണിയിൽ നിന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മഹദരിയും സംഘവും എത്തിയതിൽ അതിയായ വലിയ സന്തോഷമുണ്ട്. ഉളുഹിയ്യത്ത് കിട്ടാത്ത പ്രദേശമുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം അവർക്കതിനുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ജീവിതത്തിലെ രണ്ടറ്റം കൂട്ടിക്കെട്ടാൻ വേണ്ടി പാടുപെടുമ്പോൾ മനോഹരമായ ഒരു ബലിമൃഗവുമായി എല്ലാ വർഷവും ഇവിടെ എത്തി. ഇന്ന് പറഞ്ഞാൽ പെരുന്നാൾ പോലും ഇവിടെ വന്നിട്ടാണ് കൂടിയത്. അത് ഈ സാധുക്കളായ ജനങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടി അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവരോടൊപ്പം ഉളുഹിയ്യത്തെ സാക്ഷിയായി തക്ബീറുകളും സലാത്തുകളും തഹ്ലീലുകളുമൊക്കെ ചൊല്ലി ആ ഉളുഹിയ്യത്ത് കർമ്മം നടത്തി അതൊക്കെ ഭാഗിച്ച് എല്ലാവരും സന്തോഷത്തോടു കൂടി വാങ്ങിക്കൊണ്ടു പോകുന്ന, എത്തിച്ചു കൊടുക്കുന്ന സന്ദർഭം വളരെ സന്തോഷകരമാണ്. ഇന്നലെ തന്നെ നേരത്തെ പുറപ്പെട്ട് കോട്ടയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്നും ഇനി ചെന്നാൽ സമയമില്ല, ചെന്നിട്ട് നേരെ ഉച്ച കഴിയുമ്പോഴും തിരിക്കും. വയനാടും പാലക്കാടുമൊക്കെ ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാനും അവിടെയൊക്കെ ഈ ഉളുഹിയ്യത്ത് എത്തിച്ചത് അതിൻ്റെ സാക്ഷിയാകാനും വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, അയ്യാമു തശ്രീഖിൻ്റെ അസർ സമയം വരെ ഉളുഹിയ്യത്തിൻ്റെ സമയമാണല്ലോ. അതുകൊണ്ട് പരമാവധി ഓരോ സ്ഥലങ്ങളിലും എത്രയും വേഗം എത്തി അവിടെയുള്ള ആളുകൾക്ക് പരമാവധി വളരെ സന്തോഷത്തോടു കൂടി എത്തിച്ചു കൊടുക്കുന്ന ഈ മഹത്തായ കാര്യങ്ങൾ വളരെ സന്തോഷകരമാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പലരും ഒരു ഉളുഹിയ്യത്ത് നൽകിയവരുണ്ട്, മൃഗത്തെ പൂർണ്ണമായും നൽകിയവരുണ്ട്, ഷെയറായിട്ട് നൽകിയവരുണ്ട്. എത്രയൊക്കെ അവരെ അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശ്ലാഘനീയവും അഭിനന്ദനാർഹവും പ്രശംസനീയവും എന്നതിലപ്പുറം അള്ളാഹുവിൻ്റെ അരികിൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അറിയണേ, ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഹിയ തുഞ്ചി ശർറദ് ദുനിയ വ ശർറൽ ആഖിറ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സർവ്വ ശർറുകളെയും നിന്നും രക്ഷപ്പെടുത്തുന്ന ഒരു അമലാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ആ ഉളുഹിയ്യത്തിലേക്ക് ഇവിടെ എത്തിച്ചു കൊടുത്ത അതിൻ്റെ ഭാഗവക്കായ മുഴുവൻ ആളുകൾക്കും അർഹമുർ-റാഹിമായ മാലിക്കുൽ മുലൂക്കായ സർവശക്തനായ അള്ളാഹു വലിയ വമ്പിച്ച പ്രതിഫലം നൽകി അവരുടെ ഇരുലോക ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും സ്വസ്ഥതയിലുമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ മദ്രസയിൽ അതേപോലെ സ്കൂൾ തുറന്നപ്പോഴും പാഠപുസ്തകങ്ങളും അതേപോലെ തന്നെ ബുക്കുകളും ബാഗുകളും പേനകളും എന്ന് വേണ്ട ഒരു കുട്ടി പഠിക്കാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതുമായിട്ട് വരികയുണ്ടായി. റബീഉൽ അവ്വൽ വരും. ഇങ്ങനെ ഓരോ സന്ദർഭം ടേണനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ CM മസ്ജിദ് കമ്മിറ്റി ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മഹദരി പുത്തനത്താണി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആ ചാരിറ്റി പ്രവർത്തനം എത്ര വളരെ സന്തോഷകരമാണ്. വളരെ കൃത്യതയാർന്ന സത്യസന്ധമായ, നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് അദ്ദേഹത്തെ കാര്യം ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് കൂടി ഈ അവസരത്തിൽ കോട്ടയം ജില്ലാ ജമിയത്തുൽ ഉലമയുടെ എളിയ ഖാദിം എന്ന നിലയിൽ രേഖപ്പെടുത്തി നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സ്നേഹവും ബക്രീദ് ആശംസകളും നേർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇരു ലോകത്തും ഉപകരിക്കുന്ന വലിയ പ്രതിഫലമുള്ള അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.